എനിക്ക് എൽദോസ് പ്രതികരിക്കാൻ തയ്യാറാകുന്നു എന്ന് തോന്നുന്നു. വളരെ നിർണായകമായ തീരുമാനം പാർട്ടിയോട് യോജിച്ച പാർട്ടി തീരുമാനത്തെ അതിന് വിധേയമായിട്ട് മുന്നോട്ട് പോവുകയാണോ, ഏതെങ്കിലും വിധത്തിലുള്ളൊരു എതിർപ്പിലേക്ക് എൽദോസ് കുന്നപ്പള്ളിയിൽ പോകുമോ എന്ന് ഇപ്പോൾ അറിയാം. ഈ പട്ടിക വിവരങ്ങൾ ചാനലിലൂടെ മാതൃഭൂമി ന്യൂസിലൂടെ തന്നെ പുറത്തു വരുന്നത് എൽദോസ് കുന്നപ്പള്ളിയിൽ കാണുകയായിരുന്നു. എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ പലതവണ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് തനിക്ക് ഈ സീറ്റിലുള്ള തൻ്റെ ഒരു ആവശ്യത്തെക്കുറിച്ച് നിരന്തരം പ്രതികരണങ്ങൾ എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഡൽഹിയിൽ പോയി നേതാക്കളെ കാണാനുള്ള ഒരു ശ്രമവും ഒക്കെ നടത്തിയിരുന്നു. താൻ 2 തവണ വിജയിച്ചാണ്, തനിക്ക് ഇനിയും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസമാണ് എൽദോസ് കുന്നപ്പള്ളിയിൽ പ്രകടിപ്പിച്ചത്. പക്ഷേ അത് പാർട്ടി പരിഗണിക്കുന്നില്ല. എൽദോസ് കുന്നപ്പള്ളിന് സീറ്റില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പകരം എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രതികരണത്തിന് തയ്യാറാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം നമ്മൾ കേൾക്കുകയും അത് കാണുന്ന എൽദോസ് കുന്നപ്പള്ളിനെയും നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പ്രതികരണത്തിൽ മൈക്കൊന്ന് താഴ്ത്തല മൊത്തത്തില് ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ നിമിഷം വരെ ഇരുന്നത്. കാരണം കേരളത്തിലെ സംസ്ഥാന നേതൃത്വം, KPCC പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അടക്കമുള്ള കേരളത്തിലെ നേതൃത്വം പെരുമ്പാവൂരിലെ സിറ്റിംഗ് 20 MLA-മാർക്കും സീറ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് വാക്ക് നൽകിയതാണ്. അതനുസൃതമായിട്ടുള്ള എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടുണ്ട്. എനിക്കെല്ലാം അഭിമാനമുണ്ട്. വോട്ടർ പട്ടികയിൽ പുതിയതായി 9,000-ഓളം വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അതിനുവേണ്ടി ജനമന യാത്ര നടത്തി. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 15,000-ഓളം ഭവനങ്ങൾ കയറി കോൺഗ്രസ് പ്രവർത്തകരെ സംഘടിപ്പിച്ച്, UDF-നെ സംഘടിപ്പിച്ച്, അങ്ങനെ ശക്തമായ നേതൃത്വം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെരുമ്പാവൂരിലെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പൽ ചെയർമാൻമാർ എനിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മഹാഭൂരിപക്ഷം മണ്ഡലം പ്രസിഡന്റുമാരും എനിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഇന്ന് നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. അതിലെനിക്ക് കടുത്ത നിരാശയുണ്ട്, വേദനയുണ്ട്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു നടപടിയല്ല കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഞാൻ കോൺഗ്രസ് നേതൃത്വത്തെ ആരെയും തള്ളി പറയുന്നില്ല. കാരണം എനിക്ക് ഏറ്റവും വലുത് എൻ്റെ പ്രസ്ഥാനം തന്നെയാണ്. അതിനെ എന്നെ സഹായിച്ചിട്ടുള്ള എല്ലാ നേതാക്കന്മാരോടും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണി സാറിൻ്റെ കസ്റ്റഡിയിൽ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് പോലും പരിഗണിച്ചില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പന്തിയിൽ 2 രീതിയിലുള്ള വിളമ്പൽ നല്ലതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എനിക്ക് സീറ്റ് തരാത്ത പറയുന്ന പ്രശ്നങ്ങൾ ഉള്ള മറ്റുള്ളവർക്ക് സീറ്റ് കൊടുത്തു. ഇടത് പക്ഷത്തു നിന്ന് ചാടി വന്നിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സീറ്റ് കൊടുത്തു. പെരുമ്പാവൂരിലെ ജനങ്ങളോട് ചോദിച്ചാൽ പറയും, ഇന്ന് ഇവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ജനപിന്തുണ ആർജിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം സത്യം മറച്ചു വെച്ചുകൊണ്ടുള്ള ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ്. ആ വ്യക്തികൾക്ക് അവരുടെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ തണലായി നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് ബഹുമാനപ്പെട്ട PP തങ്കച്ച സാറിൻ്റെ അസാന്നിധ്യം, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചിട്ടുള്ള PP തങ്കച്ച സാറിൻ്റെ അസാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ വിയോഗം, അദ്ദേഹം ഈ ഭൂമിയിലില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടാതെ പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ നിശ്ചയിക്കപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേരുകയാണ്. എൻ്റെ കാര്യങ്ങളിൽ എന്തെല്ലാം തീരുമാനം കൈക്കൊള്ളണം എന്നുള്ളത് എന്നെ സ്നേഹിച്ച് ഇത്രയും ദിവസം കൂടെ നിന്ന എൻ്റെ സഹപ്രവർത്തകർ, പെരുമ്പാവൂരിലെ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ,
KPCC മെമ്പർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ, DCC ഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ അവരെല്ലാം ആയിട്ട് ആലോചിച്ച് അടുത്ത നടപടികൾ സ്വീകരിക്കും. അത് നിങ്ങളെ അടുത്ത ദിവസം അറിയിക്കുന്നതാണ്. അല്ല, അതെല്ലാം അവരുമായി ആലോചിച്ചിട്ടാണ്. നിലവിൽ നോമിനേഷൻ കൊടുക്കാനുള്ള പേപ്പറുകളെല്ലാം ഫില്ല് വെച്ചിട്ടുണ്ട്. അല്ല, ചില നീക്കങ്ങൾ നമ്മൾ അറിയണമെന്നില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വാസമർപ്പിച്ച നേതാക്കന്മാരുണ്ട്. ഞാൻ വിശ്വാസമർപ്പിച്ച നേതാക്കന്മാരിൽ താഴെത്തട്ട് മുതൽ മുകളിൽ വരെയുള്ള നേതാക്കന്മാരുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് എന്നോട് പ്രതികരിച്ചത്. അദ്ദേഹം നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ്, അവരെല്ലാം വലിയ പിന്തുണ എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ ഇത്രയും കാലഘട്ടം പാർട്ടി എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ പിന്തുണയ്ക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തും. ഞാൻ അതോടൊപ്പം തന്നെ പെട്ടെന്നൊരു തീരുമാനം ഞാൻ പറയുകയല്ല. ഞാൻ എൻ്റെ കൂടെയുള്ള കോൺഗ്രസ് പ്രവർത്തകന്മാർ പൊതുവെ ഇത്രയും ദിവസം ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെയായിട്ട് ആശയവിനിമയം നടത്തിയതിനു ശേഷം ഒരേ പന്തിയിൽ നിന്ന് രണ്ട് വിടമ്പൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു നീക്കം ഇവിടെ ഈ ജില്ലാ നേതൃത്വ കേന്ദ്രത്തിൽ നടന്നിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എവിടുന്നാ MLA-മാരുടെ കാര്യത്തിൽ എടുക്കേണ്ട തീരുമാനത്തെപ്പറ്റി പൊതുവായി ഒരാളെ മാത്രം മാറ്റി നിർത്തുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അതിൽ AK ആന്റണി സാറിൻ്റെ ഇടയിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ആ രീതിയിലാണ്. എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യണം, നീതിപൂർവമായിട്ട് വേണമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഭൂരിപക്ഷം ജനാഭിപ്രായമുള്ള ആളുകളെ പരിഗണിക്കുക, പക്ഷേ മറ്റൊരാൾക്ക് വിരോധമുണ്ടാകാത്ത രീതിയിൽ വേണം അത് പരിഗണിക്കാൻ എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇന്ന് പരസ്യപ്രകടനം നടത്തുന്നു, അതൊരു സ്വന്തം സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സന്ദേശം കൂടി നൽകുന്നത്. അങ്ങനെ ഒരു സന്ദേശമുണ്ടോ? അങ്ങനെ ഒരു സന്ദേശമൊന്നുമില്ല. ഞാൻ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നേതാക്കന്മാരും എൻ്റെ പാർട്ടി നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ട് അടുത്ത നടപടികൾ കൈക്കൊള്ളും. നോമിനേഷൻ നൽകാൻ തീരുമാനമുണ്ടോ? നോമിനേഷൻ നൽകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ഞാനൊരു പാർട്ടിക്ക് വിധേയപ്പെട്ട ഒരാളാണ്. ഞാൻ പാർട്ടിയോട് അപേക്ഷിക്കുകയായിരുന്നു ഈ സമയം വരെയും. എനിക്ക് മത്സരിക്കുന്ന ബന്ധപ്പെട്ട ആഗ്രഹവും എൻ്റെ കാര്യവും ഞാൻ അപേക്ഷിക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. ഞാൻ പാർട്ടി നേരിട്ട് ഞാൻ പറയുന്നതിന് മുമ്പ് അവരൊക്കെ ആയിട്ട് ആലോചിച്ച ശേഷം നാളെ സമയമുണ്ടല്ലോ. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു വിജയ സാധ്യത അത് നിങ്ങൾ ജനങ്ങളോട് ചോദിക്കണം.